ഒമാനിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ പാർക്കിലേക്കാണ് അടുത്ത യാത്ര. നോമാൻ പാർക്ക് പലതുകൊണ്ടും വ്യത്യസ്തം. വേറിട്ട മൃഗഭാവങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ഈ പാർക്കിലേക്ക് സന്ദർശക പ്രവാഹമാണിപ്പോൾ. ഇത് ഒമാനിലെ നോമാൻ പാർക്ക്. കാഴ്ചകൾ കാണാൻ ഇവിടെ എത്തുന്നവരെ ആദ്യം വരവേൽക്കുന്നത് ഇത്തിരി കുറുമ്പും കുസൃതിയുമുള്ള ഈ ഒട്ടകപ്പക്ഷിയാണ്. പിന്നെ കുഞ്ഞൻ പോണി കുതിര, കൊമ്പുകുലുക്കിയെത്തുന്ന കലമാൻ, ഗസൽ, മയിൽ എന്നിങ്ങനെ പലരും നമ്മെ വരവേൽക്കാൻ കാത്തു നിൽപ്പുണ്ടാകും. ഇവിടുത്തെ മറ്റ് അന്തേവാസികളെ പരിചയപ്പെടുന്നതിന് നമുക്ക് നോമാൻ പാർക്കിന്റെ കഥ കേൾക്കാം. ജൈവ വൈവിധ്യത്തിന്റെ നാടാണെങ്കിലും സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ ഇതുവരെ ഒരു സർക്കാർ വക മൃഗശാലയില്ല. ഇതൊരു കുറവായും സാധ്യതയായും ആദ്യം തിരിച്ചറിഞ്ഞത് ദീവാൻ ഓഫ് റോയൽ കോർട്ട് ജീവനക്കാരനായ അഹമ്മദ് അൽ ബലൂഷിയാണ്. ഒമാനിലെ കുട്ടികൾ ടിവിയിലും പുസ്തകത്തിലും മാത്രം മൃഗങ്ങളെ കണ്ട് പരിചയിച്ചാൽ പോരെന്ന് തോന്നിയ ഇദ്ദേഹം 3 വർഷം മുമ്പ് സ്വന്തം നിലയിൽ ഒരു മൃഗശാല തന്നെ അങ്ങ് തുടങ്ങിക്കളഞ്ഞു. Just I like these things. No, that's why, this is only my private things. No, that's why I said everybody, children, people come in the school, they're calling me. Before I open these things, they calling me, they say, why, please, can we come an entrance with our children, they want to see this and this. Before like that was. So I was not here then, people coming without any instruction, any something. ഒമാനിലെ ആദ്യത്തേതും ആകെയുള്ളതുമായ മൃഗശാലയാണിത്. മസ്കത്തിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ ബർക്കയിലെ നോമാനിലാണ് അഹമ്മദ് അൽ ബലൂഷിയുടെ മൃഗശാല. ദിവസം നിരവധി കുടുംബങ്ങളാണ് ഒഴിവു സമയം ചെലവിടാൻ കുട്ടികൾക്കൊപ്പം ഇങ്ങോട്ടെത്തുന്നത്. സ്വകാര്യ വ്യക്തിയുടേതാണെന്ന് കരുതി മൃഗശാലയുടെ പ്രൗഢിക്ക് ഒട്ടും കുറവില്ല. 2 മാസം മുമ്പ് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന മൃഗരാജൻ അലക്സും റൂബി എന്ന സാക്ഷാൽ വരയൻ പുലിയുമാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. പുലി മുതൽ പൂച്ച വരെ 200-ലധികം മൃഗങ്ങളും, ഒട്ടകപ്പക്ഷി മുതൽ അടയ്ക്കാക്കുരുവി വരെ 100 കണക്കിന് പക്ഷികളും, പിന്നെ മലമ്പാമ്പുകളും എല്ലാം കൂടി നോമാൻ മൃഗശാല എപ്പോഴും സജീവമാണ്. പുലിയും സിംഹവും ഒക്കെ കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നവർ ഏറ്റവും കൂടുതൽ സമയം ചെലവിടുന്നത് ഈ കുട്ടിക്കുരങ്ങിന്റെ കുസൃതി കാണാനാണ്. അടുത്തിടെ മൃഗശാലയിൽ തന്നെ പിറന്നു വീണ ഇവൻ അമ്മയുടെ അരികിൽ പഞ്ചപാവമാണ്. എന്നാൽ അമ്മയുടെ കണ്ണു തെറ്റിയാൽ കൂട്ടിനകത്ത് കുസൃതി കാട്ടി കാണികളുമായി ചങ്ങാത്തം കൂടും. കാഴ്ചയ്ക്ക് പിന്നെയും ഒരുപാടുണ്ട് നോമാൻ പാർക്കിൽ. വാലുകൊണ്ടും ഭാവം കൊണ്ടും മാത്രം സിംഹമായ സിംഹവാലൻ കുരങ്ങ്, ഹോളണ്ടിൽ നിന്നെത്തിയ കീരികൾ, നീണ്ട മൂക്ക് കൂടിനു പുറത്തേക്കിട്ട് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാൻ ശ്രമിക്കുന്ന വെരുകുകൾ, അങ്ങനെ പലതും. മൃഗങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അഹമ്മദ് അൽ ബലൂഷി ഈ മൃഗശാല തുടങ്ങിയതെങ്കിലും ഇതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് ഇദ്ദേഹവും മേൽനോട്ടം വഹിക്കുന്ന മകൻ സുൽത്താൻ അൽ ബലൂഷിയും ഒരുപോലെ സമ്മതിക്കുന്നു. Exactly, only for animals, for feeding we need 5,000 riyals monthly. Leave maintenance, labor charge, whatever it's coming, it cost maybe 8,000, 9,000 riyals it need per month. But it's something coming from other side, some from my pocket, from my salary, from I getting from bank, it's not coming from wherever can. So that's why alhamdulillah I'm happy. മൃഗങ്ങൾക്കുള്ള ഭക്ഷണം കണ്ടെത്താൻ മാത്രം മാസം 5000 റിയാൽ വേണം. സിംഹത്തിന് മാത്രം കുറഞ്ഞത് ദിവസം 7 കിലോ ഇറച്ചി വേണം. നേരത്തെ സൗജന്യമായി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തിരുന്ന മൃഗശാലയിൽ അടുത്തിടെയാണ് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയത്. ഒമാനികൾക്ക് 500 പൈസ, ഏഷ്യക്കാർക്ക് 1 റിയാൽ, പാശ്ചാത്യർക്ക് 2 റിയാൽ എന്നിങ്ങനെയാണ് നിരക്ക്. ഫീസ് ലാഭമുണ്ടാക്കാനല്ല, മറിച്ച് തളരാതെ പിടിച്ചു നിൽക്കാനാണെന്ന് അഹമ്മദ് അൽ ബലൂഷി പറയുന്നു. നീന്തൽക്കുളം, ഭക്ഷണശാല, പാർട്ടി ഹാൾ എന്നിവയെല്ലാം ചേർത്ത് ഇതൊരു വലിയ വിനോദകേന്ദ്രമാക്കാൻ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനവും. തന്റെ മൃഗശാലയ്ക്ക് സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അഹമ്മദ് അൽ ബലൂഷി ഒമാൻ സർക്കാരിനെയും ടൂറിസം വകുപ്പിനെയും പലതവണ സമീപിച്ചു എങ്കിലും കാത്തിരിക്കാനാണ് മറുപടി ലഭിച്ചത്. എന്നാൽ കാഴ്ചകൾക്കായി കാത്തിരിക്കാൻ നാട്ടുകാർ തയ്യാറല്ല. അവർ നോമാൻ പാർക്കിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പെരുന്നാൾ സീസണിൽ
ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് കാഴ്ചകൾ തേടി ഇവിടെ എത്തിയത്.